ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതിൻ്റെ ഒരു ചിന്തയുടെ ബാക്കി മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 22-ാം വാക്യം. ഉടൻ യേശു തൻ്റെ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടക് കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവൻ അവരെ നിർബന്ധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിർബന്ധിച്ചാൽ, നമ്മൾ അനുസരിച്ചാൽ, നമ്മൾ ഒരു അത്ഭുത വ്യക്തിയായി മാറും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ തൻ്റെ ശിഷ്യന്മാരോട് യേശു നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കുഞ്ഞിനോട് നിർബന്ധിക്കുമ്പോൾ അവിടെ അനുസരണക്കേട് വരുന്നു. എന്നാൽ തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും യേശു പറഞ്ഞപ്പോൾ ഒരു അനുസരണക്കേട് വന്നു. അത് കാരണം വലിയ ഒരു കൂട്ടം ജനം വിജനമായ പ്രദേശത്ത് മലപ്രസംഗത്തിൽ കൂടി. എന്നാൽ സന്ധ്യയായപ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുവാനിട വന്നു. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളും കൂടാതെ 5000 പുരുഷന്മാരുണ്ട്. ഏകദേശം 20,000-ഓളം ജനത്തെ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചു. ഈ ആഹാരം ഈ 12 ശിഷ്യന്മാരാണ് വിളമ്പിക്കൊടുത്തത്. അങ്ങനെ അവർ വളരെ മാനുഷികമായി പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാരെ, അവർ വളരെ ക്ഷീണിതനായിരുന്നു. ഒരുപക്ഷെ ക്ഷീണിച്ചിരുന്ന വേളയിലാണ് യേശു പറഞ്ഞത്, എനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിച്ചു. എന്നാൽ യേശുവിൻ്റെ നിർബന്ധപ്രകാരം ഈ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുവാനിട വന്നു. യേശു ശിഷ്യന്മാരോട് നിർബന്ധിക്കുവാൻ പറഞ്ഞ കാരണം, യേശുവിനെ ഈ അപ്പവും മീനും തിന്ന ഈ ജനം യേശുവിനെ പ്രവാചകനും രാജാവാക്കുവാൻ അവർ പദ്ധതിയിട്ടു. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവർ അന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെ തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന അൻപ് സഹോദരന്മാരെ, യേശു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവൻ ചെയ്ത അടയാളങ്ങളും ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് സത്യം പറഞ്ഞു. അവർ അവനെ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെ തനിച്ച് മലയിലേക്ക് കയറിപ്പോയി. എൻ്റെ പ്രിയ സഹോദരന്മാരെ, യേശു കൊടുത്ത അപ്പവും മീനും കഴിച്ച ഈ ജനത്തിൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ടായിരുന്നു. ജോലി ചെയ്യാതെ എല്ലാ കാലവും യേശുവിൻ്റെ കൂടെ നിന്നാൽ നല്ല അപ്പവും ഇറച്ചിയും കിട്ടുമെന്നുള്ള ഒരു വലിയ പ്ലാനിങ്ങിലായിരുന്നു നടന്നത്. യേശുവിനെ അവർ പ്രവാചകനും രാജാവാക്കുവാനും പദ്ധതിയിട്ടു. അത് ഈ ജനത്തിൻ്റെ ഹൃദയ നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ് അതാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകും. നമ്മൾ മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞു, എല്ലാവരെയും നീ സ്നേഹിക്കണം. ലോകത്തിൽ ഏറ്റവും വലുത് സ്നേഹമാണ്. നിന്നെപ്പോലെയും നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. മനുഷ്യനാണ് മതങ്ങളെ ഉണ്ടാക്കിയത്, ദൈവമല്ല. അത് മനുഷ്യ സൃഷ്ടിയാണ്. എല്ലാവരെയും സ്നേഹിക്കുവാൻ പഠിച്ച കർത്താവ് പറയുന്നത്, അതെ, ഞാൻ എന്തെങ്കിലും നിർബന്ധിച്ചാൽ നിങ്ങളത് ചെയ്താൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. അതേ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം സകലതും നൽകപ്പെടും. കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ ആര് തയ്യാറെടുക്കുന്നുവോ അവരെ കുടുംബങ്ങളെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, കരഞ്ഞ് ക്ഷീണിതനായിരിക്കുന്ന കുടുംബ വ്യക്തിയെ കുടുംബനാഥ നിന്നോടാണ് പറയുന്നത്, യേശു പറയുന്നു, നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്.
5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചവനായ ദൈവം നിന്നെയും പോഷിപ്പിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഒന്ന്, നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. 2, നീ ഒരു അത്ഭുത വ്യക്തിയായി മാറുവാൻ സാധിക്കും. അതിൻ്റെ 23 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടക് കരവിട്ട് പല നാഴിക ദൂരത്ത് കാറ്റ് പ്രതികൂലമായിക്കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് തൻ്റെ ശിഷ്യന്മാർ ഭ്രമിച്ചു. അതാ ഒരു ഭൂതമെന്ന് പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു, ഭയപ്പെടേണ്ട, യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ വെള്ളത്തിൻ്റെ മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നും ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൻ്റെ മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങിയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടൻ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നിനക്കെന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് സത്യമെന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ നീ ലോകത്തിൻ്റെ മുന്നിൽ ഒരു അത്ഭുത വ്യക്തിയായി മാറും. 2, നീ ലോകത്തിൻ്റെ മുന്നിൽ ഒരു വെളിച്ചമായി മാറും. മറ്റൊന്ന്, നീ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഉപ്പ് രസമുള്ളവനായി, ഉപ്പായി മാറും. ഉപ്പിന് രസമുണ്ടെങ്കിൽ മാത്രമേ അത് നല്ലതാകത്തുള്ളൂ. രസമില്ലെങ്കിൽ അത് ചവിട്ടിക്കളയുന്നതായി പോകും. നീ ലോകത്തിൻ്റെ വെളിച്ചമാകണമോ? നീ ലോകക്കാർ നിന്നെ കാണുമ്പോൾ നീ ഒരു വ്യത്യസ്ത മനുഷ്യനാണെന്ന് അറിയുവാൻ സാധിക്കണമോ? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. കർത്താവ് എന്തു പറയുന്നുവോ അതനുസരിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിന്റെ സാഹചര്യങ്ങളെ മാറ്റും. അതേ, അവർ യേശുവിൻ്റെ വാക്ക് കേട്ട് അവരനുസരണക്കേട് വന്നെങ്കിലും എന്നാലും അവർ കടന്നു പോയപ്പോൾ അവിടെ ഒരു അത്ഭുതം കാണുവാനിട വന്നു. കടലിൻ്റെ മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ട് അവർ ഭയപ്പെട്ടു പോയി. അവർ പെട്ടെന്ന് ഭൂതമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ധൈര്യപ്പെടുക, ഞാൻ ആകുന്നു. അത് പത്രോസിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യമാണ്. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ എടുത്തു ചാടും. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ അവിടെ വരുവാൻ ഒന്ന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. യേശു വരിക എന്ന് പറഞ്ഞ് പത്രോസ് ജലത്തിൻ്റെ മേൽ നടന്നപ്പോഴേ കാറ്റ് കണ്ട് പ്രതികൂലം കണ്ട് പത്രോസ് ഭയന്നുപോയി. പെട്ടെന്ന് മുങ്ങിത്താരുവാൻ നേരത്ത്, കർത്താവേ, എന്നെ രക്ഷിക്കണമെന്ന് ഉറക്ക നിലവിളിയിൽ എന്നെ കേൾക്കുന്ന സഹോദര, നീ തകർന്നിരിക്കുന്ന അവസ്ഥയാണോ? നിന്നെ ആരും സഹായിക്കുവാനില്ലെന്ന് പറയുന്നുവോ? നീ പത്രോസിനെ പോലെ താന്നു പോകുന്ന അവസ്ഥയാണോ? എന്നാൽ ആ യേശുവിനെ നീ എവിടെ ഇരിക്കുന്നുവോ ഒന്ന് വിളിച്ചാൽ അവൻ സഹായിക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, രണ്ടാമത്തെ കാര്യം, ഇവർ യേശുവിനെ പ്രവാചകനും രാജാവാക്കാനുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവർ യേശുവിനെ തിരക്കി വീണ്ടും നടന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിൻ്റെ 59 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ നല്ല അപ്പവും മത്സ്യവും യേശു കൊടുത്ത് കഴിച്ച് വളരെ സാധായിരുന്നു. ഇവർ ഈ അപ്പത്തിനും മീനും വേണ്ടി ഇവർ യേശുവിനെ തേടി നടന്നു. ഈ കാലഘട്ടത്തിൽ ആഹാരത്തിനു വേണ്ടി തേടി നടക്കുന്ന അനേക വിശ്വാസികളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റു വിശ്വാസികളല്ല, ക്രിസ്തീയ ഗോളത്തിലുള്ള വിശ്വാസികളാണ്. മറ്റുള്ള വിശ്വാസികൾ എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. ക്രിസ്തീയ ഗോളത്തിൽ അനേക വിശ്വാസികളുണ്ട്. അവർ ആഹാരത്തിനു വേണ്ടി, അത് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയല്ല അവരുടെ ലക്ഷ്യം. അല്പ ആഹാരത്തിനു വേണ്ടി തേടി നടക്കുന്നവർ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ യേശുവിനെ തേടി വന്നത് എന്തെങ്കിലും നേടുവാനായിട്ടാണോ? അതല്ല ആഹാരത്തിനു വേണ്ടി വന്നതാണോ? എന്നാൽ അത് നിൻ്റെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരത്തില്ല. നീ യേശുവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ
തയ്യാറാകുന്നുവെങ്കിൽ അവിടുന്ന് നിത്യജീവനെ നൽകുന്നവനായ ദൈവം, പുതിയ ജീവനെ പകരുന്നവനായ കർത്താവ്. ഈ ആഹാരത്തിനു വേണ്ടി അതേ യേശുവിനെ അടുത്ത ദിവസം ഇവർ തേടി നടന്നു. അതേ പടക് കയറി യേശു എവിടെല്ലാം പോകുന്നു തേടി തേടി നടന്നു. ലാസ്റ്റ് യേശുവിനെ കണ്ടുമുട്ടുവാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഈ യേശുവിനെ തേടുന്ന നമ്മൾ ഇവരെ പോലാണോ? അതേ 5 അപ്പവും 2 മീനും കൊണ്ടും 5000 പോഷിപ്പിച്ച കർത്താവ് ഈ